നമ്മൾ ഇന്നലെ ലീവുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ലീവുകൾ? ക്യാഷ് ലീവ്, സിക്ക് ലീവ്, അതുപോലെ തന്നെ ആനുവൽ ലീവ്. ഇത് കൂടാതെ വേറെ ഏതെങ്കിലും ദിവസം അവധി കിട്ടേണ്ടതുണ്ടോ? എന്നാൽ ഉണ്ട്. അതിനെയാണ് നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് എന്ന് പറയപ്പെടുന്നത്. അതായത് 4 നാഷണൽ ഹോളിഡേയ്സും അതുപോലെ തന്നെ 9 ഫെസ്റ്റിവൽ ഹോളിഡേയ്സും ആണ് മസ്റ്റ് ആയിട്ടും സ്റ്റാഫുകൾക്ക് കിട്ടേണ്ടത്. ഈ പറഞ്ഞ 4 നാഷണൽ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയ് 1, ഒക്ടോബർ 2, ഓഗസ്റ്റ് 15, അതുപോലെ തന്നെ ജനുവരി 26. ഈ ദിവസങ്ങളിൽ നാഷണൽ ഹോളിഡേയ്സ് എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ 9 ഫെസ്റ്റിവൽ ഹോളിഡേയ്സ്. നിങ്ങൾ റീസെന്റ് ഈ 2025 അവധി ദിനങ്ങളുടെ ഒരു കലണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 9 ദിവസങ്ങൾ കൂടെ ഈ പറഞ്ഞ നാഷണൽ ഫെസ്റ്റിവൽ ഡേയ്സ് കൂടാതെ 9 ദിവസങ്ങൾ കൂടെ നിങ്ങൾക്ക് അവധിയായി കിട്ടേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ പറയുന്ന 9 ദിവസം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ബെനിഫിറ്റ് കിട്ടുന്നതെന്ന്. അതായത് ലേബർ റൂൾ പ്രകാരം ആ ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പകരം വേറൊരു ദിവസവും ഒപ്പം തന്നെ ഡബിൾ സാലറിക്കും എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെയുള്ള ദിവസങ്ങൾ, അതായത് നിങ്ങളുടെ എല്ലാ കമ്പനികളുടെയും ഈ പറഞ്ഞ അവധി ദിനങ്ങളുടെ ഒരു കലണ്ടർ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാകും. ആ കലണ്ടർ പ്രകാരമുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സാലറി പ്ലസ് അഡീഷണൽ ഒരു ദിവസത്തെ ഓഫിനുള്ള എലിജിബിലിറ്റിയും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ലീവുകൾ കൂടാതെ ഇതുപോലെയുള്ള നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേയ്സിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പം ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ കാണുന്നതിനായിട്ട് നിങ്ങൾ ഈ പേജ് ഫോളോ ചെയ്യുക, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.